മനോഹരമായ ഈ പട്ടണത്തിൽ ഈ 4 മണിയോളം അടുത്ത സമയം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വകരമായ സന്ദേശത്തെ വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന മകൾ ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ധനുച്ചപുരത്തെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലിവിൻ വേ മിനിസ്ട്രി എന്ന പേരിൽ പ്രവർത്തിക്കപ്പെടുന്ന സുവിശേഷ യോഗത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ പ്രദേശത്തിൽ കടന്നു വരുവാൻ ഇടയായത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സുവിശേഷകരണം ഈ പ്രദേശത്തിൽ ക്രമീകരിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് ലോകത്തിൽ സംഭവിച്ചിരിക്കുന്ന സംഭവങ്ങളും ഈ ലോകത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ നിന്നും മനുഷ്യന് ഒരു രക്ഷ നേടുവാനായി ആ രക്ഷ എവിടെ നിന്ന് ലഭിക്കപ്പെടും എന്ന് മനുഷ്യൻ ചിന്തിച്ചു നടക്കുമ്പോൾ രക്ഷപ്പെടുവാനും രക്ഷിക്കപ്പെടുവാനുമുള്ള നാമത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ സന്ദേശം ഞങ്ങൾ ഈ പ്രദേശത്തിലേക്ക് ഇന്ന് പകൽക്കാലം അയക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനമാക്കി ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ശരണപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ലോകം മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരികൾക്കും അടിമയായി, അനവധി തലമുറകൾ പാപത്തിനടിമയായി, അനേകം മാതാപിതാക്കൾ കണ്ണുനീർ തോരാതെ വളരെ തലമുറകളെ ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥകൾ ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീയെന്നോ പുരുഷനെന്നോ കുഞ്ഞുങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ഇന്ന് കേരളത്തിലെ യുവ തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരികൾക്കും അടിമയായി അവരുടെ സ്വയബോധങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ ബുദ്ധിഹീനനായി സ്ഥിരബോധം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് ഇന്നത്തെ യുവതലമുറകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ തലമുറകളെ ഇതിൽ നിന്നും രക്ഷിക്കുവാൻ ഇന്നത്തെ നിയമ സംവിധാനങ്ങൾ പലവിധമായ പ്രവൃത്തികൾ ചെയ്യുന്നു എങ്കിലും ഒന്നിനൊന്നിന് ഈ പാപത്തിൻ്റെ പ്രവൃത്തികൾ ലോകത്തിൽ വർദ്ധിച്ചു വരുന്നതല്ലാതെ ഒരു മാറ്റം കാണുവാൻ കഴിയുന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിനകത്തു നിന്നും പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് 7 യുഗങ്ങളെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ 5 യുഗങ്ങൾ നമ്മൾ കടന്നുപോയി. നമ്മളിപ്പോൾ നിൽക്കുന്നത് 6ാമത്തെ യുഗമായ കൃപായുഗം എന്ന യുഗത്തിലാണ് നിൽക്കുന്നത്. എന്താണ് കൃപായുഗം? വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനമാക്കി പറഞ്ഞാൽ മനുഷ്യൻ്റെ പാപപരിഹാരത്തിനായി കാൽവറിയിൽ യേശു മരിച്ചതുകൊണ്ട് ഇന്ന് മനുഷ്യന് ഒരു ശിക്ഷാവിധിയും ഇല്ല. അതാണ് കൃപായുഗം. ഏതൊരു മനുഷ്യനും രക്ഷിക്കപ്പെടുവാനും ഏതൊരു മനുഷ്യന് രക്ഷയെ ഏറ്റെടുക്കുവാനുമുള്ള ഒരു അവസരമായിട്ടാണ് കൃപായുഗത്തെ വെളിപ്പെടുത്തുന്നത്. അത് ഏതു ജാതിയിൽ പിറന്നവനായാലും ഏതു മതത്തിൽ വിശ്വസിക്കുന്നവനായാലും അവൻ പാപിയാണെന്ന് മനസ്സിൽ അവന് ബോധ്യമുണ്ടെങ്കിൽ തൻ്റെ പാപത്തെ മാറ്റുവാൻ, എൻ്റെ പാപത്തെ കഴുകുവാൻ യേശുക്രിസ്തുവിന് കഴിയുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവനൊക്കെയും രക്ഷയുണ്ടാകുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ആ രക്ഷയുണ്ടാകുന്ന കാലഘട്ടത്തെയാണ് കൃപായുഗമെന്ന് പറയുന്നത്. കാരണം സകല മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ പടക്കളത്തിൽ ലോകത്തിൻ്റെ രക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തു മരിക്കുവാനിടയായി. 33.5 തിരുവയസ്സിൽ തൻ്റെ യൗവന പ്രായത്തിൽ തൻ്റെതായ ജീവിതം മനുഷ്യന് വീണ്ടെടുക്കുവാനായി സമർപ്പിച്ചുകൊണ്ട് 2 കള്ളന്മാരുടെ നടുവിൽ തൂങ്ങപ്പെട്ടതായ കർത്താവായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിൻ്റെ മരണം കൊണ്ട് മനുഷ്യൻ്റെ നരകങ്ങളെ മാറ്റി
മനുഷ്യന് രക്ഷയെ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു രക്ഷയുടെ സമീപം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ മറ്റൊരു പേരും കൂടെ വേദപണ്ഡിതൻ പറയുന്നു. ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പേരാണ് അന്ത്യകാലഘട്ടം. എന്താണ് അന്ത്യകാലഘട്ടം? മനുഷ്യൻ സ്വസ്നേഹികളായി ദൈവത്തെ മറന്ന് ദൈവിക കൽപ്പനകളെ വിട്ട് ഈ ലോകത്തിൻ്റെ അനുരൂപന്മാരായി ജീവിക്കുന്ന കാലഘട്ടമാണ്. ആരെയും ഭയമില്ലാതെ, ആരെയും അംഗീകരിക്കാതെ, മതത്തിനു വേണ്ടിയും രാഷ്ട്രത്തിനു വേണ്ടിയും ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടിയും എന്തും ചെയ്യുവാൻ തയ്യാറായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് അന്ത്യകാലഘട്ടം. മനുഷ്യന് മനുഷ്യനോട് സ്നേഹമില്ലാത്ത കാലഘട്ടം, ദൈവീയമായ ഭയം നഷ്ടപ്പെട്ട കാലഘട്ടം. ഈ കാലഘട്ടം പൈശാചികമായ ശക്തി ലോകത്തിൽ വ്യാപരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായ ചില വാക്കുകൾ ഇന്ന് ലോകത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ യേശുവിൻ്റെ മരണം മനസ്സിലാക്കിയ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സഹോദരിമാർ യേശുവിൻ്റെ മരണത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ യേശു അവരെ നോക്കി പറയപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗ്യം ഇങ്ങനെയാണ്: യെരൂശലേം നിവാസികളെ, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ചൊല്ലി കരഞ്ഞുകൊള്ളുവിൻ. ഈ ഒരു പദം യേശു ആ കാലഘട്ടത്തിൽ പറഞ്ഞു എങ്കിലും ആർക്കും ആ വാക്കിൻ്റെ ഉത്തരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് 2025 കാലഘട്ടത്തിലേക്ക് നിൽക്കുമ്പോൾ 2025 വർഷങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞ വാക്കുകൾ ഇന്ന് നിവർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേക സഹോദരിമാർ, അനേക അമ്മമാർ തൻ്റെ തലമുറകളെ ഓർത്തുകൊണ്ട് കരയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം എന്താ? 10 മാസം ചുമന്ന് പ്രസവിച്ച് മക്കളെ കൊണ്ട് നല്ലതായി ജീവിക്കാമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മാതാപിതാക്കൾ അറിയുന്നത് അവരുടെ തലമുറകൾ ഈ ലോകത്തിൻ്റെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി സ്വയബോധം നഷ്ടപ്പെട്ട ജീവിതം നയിക്കുന്നു എന്നാണ്. കൊലപാതകത്തിനും പിടിച്ചുപറിക്കും കൊലയ്ക്കും മറ്റുള്ള പാപത്തിൻ്റെ പ്രവൃത്തികൾക്കും അവർക്ക് ചെയ്യുവാനുള്ള ഒരു ധൈര്യത്തോടുകൂടെ ഈ സ്വയബോധം നഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടു പോകുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഇതിൽ നിന്നും മനുഷ്യനെ എങ്ങനെ മാറ്റുവാൻ കഴിയും? ഇതിൽ നിന്നും മനുഷ്യനെ എങ്ങനെ വീണ്ടെടുക്കുവാൻ കഴിയും? ഈ ലോകത്തിൻ്റെ ഭരണങ്ങൾക്കോ ഭരണ സംവിധാനങ്ങൾക്കോ മാറി മാറി വരുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കോ ഒന്നിനും ഈ മനുഷ്യന് ഈ പാപത്തിൽ നിന്നും വീണ്ടെടുക്കാൻ കഴിയത്തില്ല എന്നാണ് യഥാർത്ഥമായ സത്യം. പിന്നെ ആർക്കാണ് കഴിയുന്നത്? ഞങ്ങൾ വിളിച്ചു പറയുന്നു, മനുഷ്യന് ഈ പാപത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്നും വീണ്ടെടുക്കാൻ കഴിയുന്നത് ലോകത്തിൻ്റെ രക്ഷകനായി വന്ന യേശുക്രിസ്തുവിൻ്റെ വചനത്തിന് മാത്രമേ, യേശുക്രിസ്തുവിന് മാത്രമേ ഈ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയത്തുള്ളൂ. അതിന് എന്താണ് തെളിവ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിന് തെളിവ് ഞങ്ങൾ തന്നെയാണ്. ഇന്നിവിടെ പാടിയവരും പ്രസംഗിക്കുന്നവരും എൻ്റെ പുറകിൽ നിൽക്കുന്നവരും ഇതിൻ്റെ പ്രവർത്തകരായി നിൽക്കുന്നവരോട് നിങ്ങൾ ചോദിച്ചാൽ അവർക്ക് ഈ യേശുവിനെ അറിയുന്നതിന് മുമ്പേ ഒരു ജീവിതമുണ്ടായിരുന്നു. ഈ ലോകത്തെ എന്തൊക്കെ ചെയ്തു കൂട്ടാമെന്ന് ചിന്തിച്ച് നടന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാമെന്ന് ചിന്തിച്ച് നടന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ലോകത്തിൻ്റെ പാപമെന്ന ഇരുട്ട് ഹൃദയത്തെ മൂടിക്കൊണ്ട് എന്തും ചെയ്യാമെന്നുള്ള ധൈര്യവും ബലത്തിലും നടന്ന നമ്മെ ഓരോരുത്തരെയും ലോകത്തിൻ്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മുടെ പാപത്തിൻ്റെ ഇരുട്ട് മാറി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നന്മയുടെ അനുഭവങ്ങൾ വെളിപ്പെടുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ആ ദൈവമാണ് ഞങ്ങളെ വിടുവിച്ചത്. ഇതേപോലെ തെരുവേരികൾ നിന്നുകൊണ്ട് ആ കാലഘട്ടത്തിലെ ഉപദേശിമാർ പ്രസംഗിച്ചപ്പോൾ ഞങ്ങളും കളിയാക്കിയവരായിരുന്നു.
അവരെ ചീത്ത വിളിച്ചവരായിരുന്നു, അവരുടെ പ്രസംഗത്തിന് കൂവിയവരായിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ ആ ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരങ്ങൾ തറച്ച് ഞങ്ങളുടെ പാപങ്ങൾക്ക് വ്യത്യാസം വന്ന് ഇന്ന് ഞങ്ങൾ ആ സ്നേഹത്തെ മനസ്സിലാക്കി ആ സ്നേഹത്തിന്റെ ആ ജീവിതത്തിൽ ഞങ്ങൾ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ 4 മണി കഴിഞ്ഞ സമയവും ഞങ്ങൾ ഈ തൻ്റെ ഇടത്തോടുകൂടെ പട്ടണത്തിൽ പ്രസംഗിക്കുന്നത്. നിങ്ങളെയും മാറ്റാൻ യേശുക്രിസ്തുവിന് കഴിയും. നീ ഏതു ജാതിയാണെങ്കിലും ഏതു മതത്തിലുള്ളവനാണെങ്കിലും ഇന്ന് രാത്രി ഈ സമയം ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിന്റെ ഏതു പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. ഈ ലോകത്തിന്റെ നിയമങ്ങൾക്കും ഭരണ സംവിധാനങ്ങൾക്കും ഈ ലോകത്തിന്റെ അധിപതിമാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനും ദൈവത്തിന്റെ വചനത്തിനും ചെയ്യുവാൻ കഴിയുമെന്ന് ഞങ്ങൾ സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ ദേശത്തോട് ഞങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരങ്ങളെ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയിൽ, നിന്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെയുള്ള പാപത്തിന്റെ വഴികൾ ജീവിക്കുന്ന സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നീ ഇന്ന് പകൽക്കാലം ഈ സമയം പ്രാർത്ഥിക്കണം. കാരണം എന്താ? മനുഷ്യൻ ഇന്ന് വഴിതെറ്റിപ്പോകുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സന്ദേശം ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല, മനുഷ്യന് രക്ഷിക്കപ്പെടുവാൻ ഈ ലോകത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരു നാമം മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ധനുശവരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലിവിൻ വേ മിനിസ്ട്രി എന്ന പേരിൽ ഞങ്ങൾ നീണ്ട വർഷങ്ങളായി ഈ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ ഞായറാഴ്ചകളിലും ഇങ്ങനെയുള്ള സന്ധ്യാസമയം ഞങ്ങൾക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ഓരോ പട്ടണങ്ങളിൽ ചെന്ന് ഈ സത്യവചനത്തിന്റെ സുവിശേഷം ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് മനുഷ്യന്റെ രക്ഷയ്ക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ സമയം നിങ്ങളുടെ അറിവിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം വായിക്കുന്നു. നോഹയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ ജീവിത കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയപ്പെട്ട ഒരു തിരുമൊഴിയാണ് ഇന്ന് ഈ സമയം ഞങ്ങൾ വായിച്ചത്. കർത്താവായ യേശുക്രിസ്തു 33.5 വർഷം ഈ ലോകത്തിലുണ്ടായിരുന്നു. 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട് പാപത്തിന്റെ വടികളെ വിട്ടുമാറി യേശുക്രിസ്തു തൻ്റെ 3.5 വർഷം കൊണ്ട് തൻ്റെതായ ദൗത്യത്തെ പ്രതികരിക്കുവാൻ ഇടയായി മാറി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ പറയുന്നു, ആ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ അനവധി കാര്യങ്ങൾ ലോകത്തോട് വെളിപ്പെടുത്തി. താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ മരണത്തെക്കുറിച്ചും തൻ്റെ 3-ാം നാൾ ഉയർപ്പിനെ കുറിച്ചും വീണ്ടും വരവിനെ കുറിച്ചും ഈ ലോകത്തിൽ പ്രസ്താവിച്ച ഒരു ദൈവമേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആ യേശു പറഞ്ഞ തൻ്റെ തിരുവാകൊണ്ട് മൊഴിഞ്ഞ ഒരു വാക്യം ഇങ്ങനെയാണ്: നോഹയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ കാലഘട്ടത്തിലും സംഭവിക്കും. എന്താണ് നോഹ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ സംഭവിച്ചത്? അത് ചിന്തിക്കണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും പഴയ നിയമത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരണം. പഴയ നിയമ പുസ്തകത്തിനകത്ത് ഉൽപ്പത്തി എന്ന ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് നോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണുവാൻ കഴിയും. ആ മനുഷ്യൻ ആ കാലഘട്ടത്തിൽ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. മനുഷ്യരൊക്കെയും പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു മാറിയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനായിരുന്നു നോഹ. ആ നോഹ 40 വർഷത്തോളം ഈ ദേശത്തോട് ദൈവം പറഞ്ഞ ആലോചനകൾ ആ കാലഘട്ടത്തിൽ അറിയിച്ചു. ആരും ആ നോഹയുടെ വാക്ക് അംഗീകരിച്ചില്ല. എന്നാൽ നോഹ കേട്ടനുസരിക്കുന്നവരെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകമുണ്ടാക്കി. പക്ഷേ ആ പെട്ടകത്തിനകത്ത് നോഹയും തൻ്റെ പുത്രന്മാരും തൻ്റെ
ഭാര്യയുമല്ലാതെ 8 പേരല്ലാതെ വേറെ ആരും ആ പെട്ടകത്തിനകത്ത് കയറുവാൻ മനുഷ്യർ തയ്യാറായില്ല. അവര് പറഞ്ഞു നടന്നത് ഇതൊക്കെ ചുമ്മയാണ്, കള്ളമാണ്, ഇതൊക്കെ നോഗയുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി പറയുന്നതാണ്. ഇങ്ങനെ ഒരു സംഭവമില്ല. ഈ കാലഘട്ടത്തിലും അങ്ങനെ പറയുന്ന മനുഷ്യർ ഇന്നും കേരളത്തിലുണ്ട്. ഇത് പെന്തക്കോസ്തുകാരുടെ ഒരു ഉപായമാണ്, അവരുടെ വയറ്റ് പൈപ്പിന് വേണ്ടിയാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളാരും ഞങ്ങൾക്ക് പൈസ തരണ്ട, നിങ്ങളാരും ഞങ്ങൾക്ക് അരി വാങ്ങി തരണ്ട. നിങ്ങളുടെ അരി വാങ്ങി തന്നല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ പറയുന്ന സന്ദേശം നാളുകളിൽ സംഭവിക്കുന്ന സന്ദേശമാണ്. ഇന്ന് പകൽക്കാലം ഈ പ്രസംഗം സൗജന്യമായി നിങ്ങൾക്ക് നൽകുമ്പോൾ എന്തിനെന്നും നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന്റെ പിന്നിൽ ഒരു വലിയ ന്യായവിധി ഒളിഞ്ഞു കിടക്കുകയാണ്. ഇന്ന് മനുഷ്യന്റെ ചിന്ത തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. എന്നെ കേൾക്കുന്ന നിവാസികളെ, ഇത് മനുഷ്യന്റെ തെറ്റായ ഒരു ധാരണയാണ്. വിശുദ്ധ വേദപുസ്തകം നീ പഠിച്ചു നോക്ക്, ദൈവത്തിന്റെ പ്രമാണം പഠിച്ചു നോക്ക്. ഈ ഒരു വലിയ ന്യായവിധി ഈ ലോകത്തിൽ വരാൻ പോകുകയാണ്. ഒരു വലിയ ദൈവീയ പ്രവൃത്തി ഈ ലോകത്തിൽ ആരംഭിക്കാൻ പോകുകയാണ്. അതിനു മുമ്പേ നിന്റെ രക്ഷയെ കരസ്ഥമാക്കിയാൽ കൊള്ളാമായിരുന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥയോട് ഈ ദേശത്തോട് വിളിച്ചു പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നോഗ പെട്ടകമുണ്ടാക്കി 40 വർഷം ആ പട്ടണത്തോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചു. എല്ലാവരും പറഞ്ഞു നോഗയ്ക്ക് ഭ്രാന്താണ്, നോഗ ചുമ്മാ പറയുകയാണ്, ഇങ്ങനെ ഒരു സംഭവം ഭൂമിയിൽ ഉണ്ടാകത്തില്ല, ഇങ്ങനെ ഒന്നും വരത്തില്ല. പക്ഷെ ആരും ആ വാക്കു ശ്രദ്ധിച്ചില്ല. എല്ലാവരും തിന്നും കുടിച്ചും ആനന്ദിച്ചും അവര് മുന്നോട്ട് പോയി. പക്ഷേ അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി, അവരുടെ സങ്കല്പങ്ങൾക്ക് ചിന്തകൾക്കും അപ്പുറമായി നോഗ പറഞ്ഞതായ സംഭവം, ദൈവം നോഗയോട് അറിയിച്ചതായ ന്യായവിധി ആ ലോകത്തിൽ സംഭവിച്ചു. വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവം ആകാശത്തിന്റെ ഉറവയും ഭൂമിയിലെ ഉറവകളും തുറന്ന 40 രാവും പകലും വെള്ളം കൊണ്ട് ഭൂമിയെ നിറച്ചു. 150 ദിവസം വെള്ളം പൊങ്ങി നിന്നു. മനുഷ്യരെല്ലാം ചത്തുപോയി എന്ന് വിശുദ്ധ ബൈബിൾ ഞങ്ങൾ പഠിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന നിവാസികളെ, നീ ചത്തുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ രക്ഷയുടെ സന്ദേശം ഞങ്ങൾ കൈമാറുന്നത്. നീ ചത്തുപോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ സുവിശേഷം ഞങ്ങൾ കൈമാറുന്നത്. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, നിന്നെക്കുറിച്ച് നിന്റെ മാതാപിതാക്കൾക്കൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറ്റി ഈ ഭൂമിയിൽ നിനക്ക് മനോഹരമായി സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം നിനക്ക് കൂടിയേ പറ്റത്തുള്ളൂ. ദൈവിക പ്രമാണം അനുസരിച്ച് മതിയാകത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ സ്നേഹത്തോടെ പറയുന്നു, അത് നിനക്ക് നേടിയെടുക്കണമെങ്കിൽ നീ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചേ മതിയാകത്തുള്ളൂ. വിശുദ്ധ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, യൗവനക്കാരാ, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക, അല്ല എങ്കിൽ നിനക്ക് ദുരിതവസങ്ങൾ വരുമെന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആത്മാർത്ഥമായി പറയുന്നു. എന്നാൽ നോഗയുടെ വാക്ക് കേൾക്കാതെ മനുഷ്യൻ എല്ലാം ചത്തുപോയി എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. എന്നാൽ ഇന്നും അങ്ങനെയാണ്. ദൈവത്തിന്റെ ദാസന്മാർ പ്രസംഗിക്കുമ്പോൾ അവരെ തല്ലുക, അവരെ ചീത്ത വിളിക്കുക, അവരോട് ദോഷം കാണിക്കുക, മീശ പിരിച്ച് കാണിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ അവൻ വിചാരിക്കുന്നത് ഞാൻ അവരെക്കാൾ ഹേമനായെന്ന്. മൂഢനായ മനുഷ്യ, നീ വെറുമൊരു കൃമിയാണ്. നിന്റെ ശ്വാസം മോളോട്ട് വിടുന്ന ശ്വാസം താഴോട്ട് പോയില്ലെങ്കിൽ 6 അടി പെട്ടിക്കകത്ത് ഒതുങ്ങുന്ന ശരീരമാണ് നിന്റെ ശരീരം. ഈ ലോകത്തിൽ ഗ്യാരണ്ടി ഇല്ലാത്തൊരു ജീവിതമുണ്ടെങ്കിൽ അത് മനുഷ്യനാണ്. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ എന്ന വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ഭയപ്പെടാത്തത്. കാര്യമെന്താ? അത് രാവിലെ പൂത്തു നിൽക്കോ, അത് അരിഞ്ഞു വാടിപ്പോകോ, പിന്നെ അതിന്റെ സ്ഥലം അറിയത്തില്ല എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ഈ ദേശത്തിലെ നിവാസികളെ സ്നേഹത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിനക്ക് രക്ഷ വേണമെങ്കിൽ ദൈവമാത്തിന്റെ സഭയായ പെട്ടകത്തിൽ കയറുവാൻ തയ്യാറാകണം. നോഗയുടെ പെട്ടകത്തിനകത്ത് കയറാത്തവരെല്ലാം ചത്തുപോയി, അവരെല്ലാം നാറ്റം വെച്ചു അഴുകിപ്പോയപ്പോൾ ഇന്ന് ഈ സായം സന്ധ്യ പറയുന്നു, നിനക്കൊരു നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്
നിനക്കൊരു സന്തോഷമുണ്ടാകേണ്ടതിന്, നിനക്കൊരു സമാധാനം ഉണ്ടാകേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു കൊള്ളുവാൻ ഇന്ന് ഈ സമയം ഞങ്ങൾ നിന്നോട് ആത്മാർത്ഥമായി പറയുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പ്രസംഗത്തിന് ഞാൻ വിരാമം ഇടുകയാണ്. ഇന്ന് ഞങ്ങൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സന്തോഷത്തിൽ നിങ്ങളോട് വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഈ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഈ ലോകത്തിൽ മനുഷ്യരെ രക്ഷിക്കാൻ വന്ന ഏക ദൈവം യേശു ക്രിസ്തുവാണ്. ആ ദൈവം മരിച്ച് കല്ലറയിൽ ഒതുങ്ങിപ്പോയില്ല. മൂന്നാം നാൾ ആ കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് ഉയർത്തെണീറ്റ് ഇന്നും സ്തോത്രം ചെയ്യുന്നു, നമുക്ക് വേണ്ടി ജീവിക്കുന്നു ആ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് ഈ സമയം ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിനക്ക് ഒരു രക്ഷ യേശുവിൽ മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ സന്ദേശം പറയുന്നത്, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആ ദൈവം നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ മാടി വിളിക്കുന്നു. കടന്നു വരുവാൻ നീ തയ്യാറാകുമെങ്കിൽ നിന്നെ അനുഗ്രഹിപ്പാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിലും ധന്യൂച്ചപുരം ലിബിൻ ബേ മിനിസ്ട്രിയുടെ പേരിലുമുള്ള പ്രത്യേക സ്നേഹബന്ധനത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പ്രിയ യേശുദാസ് ബ്രദർ നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്.